മണ്ഡലവ്രതവും മന്ത്രദീക്ഷയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. ഏറ്റവും രഹസ്യമായതത്രേ മന്ത്രദീക്ഷ. ഇത് പുറത്തു പറയാനുള്ളതോ പ്രകടിപ്പിക്കാനോ ഉള്ളതല്ല, മറിച്ച് ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള വളരെ പവിത്രതയേറിയ ആന്തരികമായ ബന്ധമത്രേ. വളരെയേറെ ചിന്തനീയമായ ഒരു സംഗതിയത്രേ ഗുരുദീക്ഷ. ഇവിടെ ഗുരുസ്വാമി തന്റെ ശിഷ്യന് ഒരു മാലയും മുദ്രയും കൊടുക്കുന്നതിലൂടെ, ഒരു മന്ത്രവും പറഞ്ഞു കൊടുക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒരു മന്ത്രദീക്ഷാ ചടങ്ങാണ്. മണ്ഡലകാലത്ത് അയ്യപ്പന്മാർ സ്വീകരിക്കുന്ന ദീക്ഷ എന്നത് അയ്യപ്പനിൽ നിന്ന് തന്നെ നേരിട്ട് സ്വീകരിക്കുന്ന മന്ത്രദീക്ഷയാണ്. കാരണം ഇവിടെ ഗുരുസ്വാമി ഒരു അയ്യപ്പനാണത്രേ. ആ അയ്യപ്പൻ സ്വന്തം ശിഷ്യനെ അയ്യപ്പനാക്കി തീർക്കാനാണ് ദീക്ഷ കൊടുക്കുന്നത്. അപ്പോൾ ഈശ്വരീയമായ ചൈതന്യം ഗുരു ശിഷ്യനിലേക്ക് പകർന്നു കൊടുക്കുന്ന അപൂർവത്തിൽ അപൂർവമായ, അത്യധികം രഹസ്യമായ, അത്യധികം പുണ്യപൂർവകമായ പ്രവൃത്തിയാണ് ഗുരുദീക്ഷ അഥവാ മാലയിടൽ ചടങ്ങ്. ഒരു ഗുരുനാഥൻ തന്റെ സ്വാനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുഴുവൻ ജ്ഞാനവും ഉൾക്കൊണ്ട ശേഷം അദ്ദേഹത്തിന്റെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗശേഷിയെയാണ് ഇട, പിംഗള, സുഷുമ്ന എന്നീ നാഡികളിലൂടെ ഉണർത്തി നാവിലൂടെ മന്ത്രോപദേശ രൂപേണ ശിഷ്യന്റെ കാതുകളിൽ പതിപ്പിക്കുന്നത്. അപ്പോൾ ശിഷ്യന്റെ കാതുകളിൽ അത് പതിയുന്ന സമയത്ത് ശിഷ്യന്റെ കാതുകളിലൂടെ അത് വീണ്ടും ഇട, പിംഗള നാഡികളിലൂടെ മൂലാധാരത്തിൽ ചെന്നിരിക്കുകയും അതിലൂടെ അയ്യപ്പനിൽ നിന്നുള്ള വികാസം അയ്യപ്പനായി മാറുന്ന സാധനാ പദ്ധതിക്ക് രൂപം നൽകുകയുമാണ് മന്ത്രദീക്ഷയിലൂടെ നടന്നുവരുന്നത്. അപ്പോൾ ഒരു മന്ത്രദീക്ഷ നടക്കുന്ന സമയത്ത് യഥാതഥമായ രീതിയിൽ ഒരു ഗുരു ശിഷ്യനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു വലിയ വൈദിക വിപ്ലവത്തിന് രൂപരേഖ തയ്യാറാക്കി നൽകുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ഓരോരുത്തരും സാധകരായിത്തീരും. തപസ്വിയാകുന്നതിലൂടെ തന്റെ ഉള്ളിലേക്ക് ബീജരൂപേണ വന്നിട്ടുള്ള ഗുരുവിന്റെ ദീക്ഷാ മന്ത്രങ്ങൾ സ്വീകരിച്ച് ഏറ്റവും വലിയ തപസ്വിയാകുകയും അതുവഴി നമ്മുടെ ഉള്ളിലുള്ള പ്രതിഭയെ ഉണർത്താൻ സാധിക്കുകയും ചെയ്യും എന്നതാണ് മന്ത്രദീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 545 നാമമാണ് പുലോമജാർച്ചിത എന്നുള്ളത്. ഇത് ദേവീ ഭാഗവതത്തിലുള്ള ഒരു കഥയെ അനുസരിച്ചിട്ടുള്ള ഒരു നാമമാണ്. ഇന്ദ്രൻ്റെ പത്നി ഇന്ദ്രാണി, അവരുടെ പേര് പുലോമജ എന്നാണ്. പുലോമജയാൽ അർച്ചിക്കപ്പെട്ടവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം, നേരായ അർത്ഥം. ഒരിക്കൽ നഹുഷൻ എന്ന രാജാവ് എത്രയോ അശ്വമേധയാഗങ്ങൾ ചെയ്തു എന്നും അങ്ങനെ അയാൾ ഇന്ദ്രൻ്റെ സ്ഥാനം പിടിച്ചെടുത്തു എന്നും ഇന്ദ്രാണിയെ പ്രാപിക്കാൻ ശ്രമിച്ചതായിട്ടും ഇന്ദ്രാണി രക്ഷപ്പെട്ട് അങ്ങനെ ഒരു മഹർഷിയുടെ അടുക്കൽ ചെന്നു. അവിടെ നിന്ന് ത്രിപുരസുന്ദരിയുടെ മന്ത്രം സ്വീകരിച്ചു. അങ്ങനെ എല്ലാ ദിവസവും മന്ത്രജപം കൊണ്ടും അർച്ചന കൊണ്ടും നൈവേദ്യങ്ങൾ കൊണ്ടും അന്നദാനങ്ങൾ കൊണ്ടും ആരാധിച്ചു. അങ്ങനെ അവർക്ക് അവരൊരു ആഗ്രഹത്തോടു കൂടിയാണ് ദേവീഭക്തി ചെയ്തത്. അവർ വിചാരിച്ചു ഇന്ദ്രന് തിരിച്ച് ആ പദവി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അവർ ഈ പൂജയിൽ ഏർപ്പെട്ടത്. അങ്ങനെ ഇന്ദ്രന് വീണ്ടും ആ പദവി കിട്ടിയതായിട്ടും അവർ വിചാരിച്ചത് നടന്നതായിട്ടും ഒക്കെ പറയുന്നു. അങ്ങനെ പുലോമജയാൽ അർച്ചിക്കപ്പെട്ടവൾ എന്നുള്ള നാമത്തിന് ഇങ്ങനെ ഒരു ദേവീഭാഗവത കഥ അതിനെ ആസ്പദമാക്കിയാണ് ഈ നാമമുള്ളത്. അതുമാത്രമല്ല 12 പേര് ഏറ്റവും ശ്രേഷ്ഠരായ ദേവീഭക്തരാണ്. അതിലൊരാളാണ് ഇന്ദ്രൻ എന്നും കൂടി. മനു, ചന്ദ്രൻ, കുബേരൻ,
ലോപാമുദ്ര, അഗസ്ത്യൻ, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, ഇന്ദ്രൻ, സുബ്രഹ്മണ്യൻ എന്നൊക്കെ ഉള്ളവർ, ദുർവാസാവ്, ഇവരൊക്കെ പരമദേവി ഭക്തരാണ്. അങ്ങനെ ഇന്ദ്രൻ ദേവി ഭക്തനാണെന്ന് സൂചനയും കൂടി ഈ നാമത്തിൽ ഉണ്ട്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 546-ാമത്തെ നാമമാണ് ബന്ധമോചിന്യൈ നമഃ എന്നുള്ളത്. ഇതിന് രണ്ട് രീതിയിൽ അർത്ഥം പറയാം. ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവൾ എന്നുള്ളതിന് രണ്ട് രീതിയിൽ അർത്ഥം പറയാം. അതായത് അജ്ഞാനത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നവൾ. നമ്മൾ അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, പാനം, അശനം ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ബദ്ധരാണ്. അതുകൊണ്ട് അതിൽ നിന്നുമൊക്കെ മോചിപ്പിക്കുന്നവൾ. ഈ ഒരു മായാകർമ്മം, അതിനെയാണ് കുറേ നാമങ്ങൾ ലളിതാ സഹസ്രനാമത്തിൽ വർണ്ണിക്കുന്നത്. നമ്മൾ ഈ പ്രപഞ്ചമാണ് സത്യം എന്നുള്ള ധാരണയിലാണ് ജീവിക്കുന്നത്. ആത്മാവാണ് സത്യം എന്നുള്ളതിനെ മനസ്സിലാക്കണം. അതാണ് ഏറ്റവും വലിയ അറിവ്. ഈ ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിച്ച് നമുക്ക് സത്യവസ്തുവിൻ്റെ ജ്ഞാനത്തെ നൽകുന്നു എന്നുള്ളത് ബന്ധമോചന എന്നുള്ള നാമത്തിൻ്റെ ഒരു അർത്ഥമാണ്. ബന്ധം എന്നുള്ളതിന് കാരാഗ്രഹം, കടം എന്നുള്ള അർത്ഥങ്ങളുമുണ്ട്. ഇതിന് ഇങ്ങനെ ഒരു കഥ പറയും. ബാണാസുരൻ്റെ മകൾ ഉഷ, ശ്രീകൃഷ്ണൻ്റെ പേരക്കുട്ടിയാണ് അനിരുദ്ധൻ. ഉഷയ്ക്ക് അനിരുദ്ധനോട് സ്നേഹമുണ്ടായതായിട്ടും അവർ അസുരന്മാരാണ്, അതുകൊണ്ട് ആകാശഗമനമൊക്കെ ചെയ്യാൻ പറ്റിയവരാണ്. അനിരുദ്ധൻ്റെ ചിത്രം കണ്ടു, അതോടുകൂടി അവർക്ക് അനിരുദ്ധനോട് സ്നേഹമുണ്ടായി. തൻ്റെ കൂട്ടുകാരിയുടെ സഹായം കൊണ്ട് അനിരുദ്ധനെ അവർ ദ്വാരകയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതായിട്ടും അത് ബാണാസുരൻ അറിഞ്ഞു. അങ്ങനെ അനിരുദ്ധനെ കാരാഗൃഹത്തിൽ അടച്ചു. അങ്ങനെ ഈ ഉഷ വളരെ വിഷമിച്ചു. കുറേ നാൾ ദേവിയുടെ കൂടെ പ്രാർത്ഥിച്ചു. ദീർഘനയനയായ അല്ലയോ ദേവി, നിൻ്റെ കരുണാകടാക്ഷം എന്നിലുണ്ടാവില്ലേ? എങ്ങനെയെങ്കിലും അനിരുദ്ധനെ മോചിപ്പിക്കണം, നീ മാത്രമാണ് ശരണം എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കുകയും അനിരുദ്ധൻ ബന്ധമോചനം ആവുകയും ചെയ്തു എന്ന് പറയും. ഇങ്ങനെയുള്ള കാരാഗ്രഹവാസം മുതലായ ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവൾ എന്ന് ഈ നാമത്തിന് മറ്റൊരു അർത്ഥം. ഇതേപോലത്തെ കഥകൾ അനവധിയാണ്. ഭക്തന്മാർ, വലിയ ഭക്തന്മാർക്കൊക്കെ ഭദ്രാചല രാമദാസരുടെ ചരിത്രം നേരത്തെ പറഞ്ഞു. മാണിക്യവാസകർ എന്നുള്ള മഹാനുഭാവൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മധുര രാജാവിൻ്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹം കുതിര മേടിക്കാൻ കൊടുത്ത കാശ് മുഴുവൻ പൈസ അതിനെ ആവുടയാർ കോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു ശിവക്ഷേത്രം പണി ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ ആ രാജാവ് കൊണ്ടുവരികയും ജയിലിൽ ഇടുകയും ചെയ്തു. കാരാഗൃഹത്തിൽ അദ്ദേഹത്തെ ദുഃഖിപ്പിച്ചു എന്നും സാക്ഷാത് പരമേശ്വരൻ അവിടെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാക്കി, അതിൻ്റെ സ്വയം അവിടേക്ക് വന്നു. അങ്ങനെ ലീലയാടി. എന്നിട്ട് മാണിക്യവാസകരെ ജയിലിലിട്ടത് കൊണ്ടാണ് ഈ വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായത് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും പിന്നീട് രാജാവ് തൻ്റെ തെറ്റ് തിരുത്തുകയും ചെയ്തു. വളരെ ചുരുക്കത്തിലാണ് ഞാൻ കഥ പറയുന്നത്. ഭഗവാന്റെ പരമേശ്വരൻ്റെ 64 ലീലകളാണ് മധുരയിൽ ഉണ്ടായിട്ടുള്ളത്. അത് 2-3 ലീലകൾ മാണിക്യവാസകരുടെ ജീവിതത്തോട് ബന്ധമുള്ളതാണ്. അദ്ദേഹം പുട്ടിന് വേണ്ടി മണ്ണ് ചുമന്നതായിട്ടും രാജാവിൻ്റെ അടി കൊണ്ടതായിട്ടും അതിന് ശേഷം രാജാവ് തെറ്റ് മനസ്സിലാക്കി മാണിക്യവാസകരെ ജയിലിൽ നിന്ന് വിമുക്തനാക്കിയതായിട്ടും അദ്ദേഹം അത്ഭുതമായ സ്തുതികൾ, ശിവപുരാണം മുതലായ തിരുവാസകം മുതലായ സ്തുതികൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ അനവധി ഭക്തന്മാരെ ബന്ധങ്ങളിൽ നിന്നും കടത്തിൽ നിന്നും ഭഗവാൻ മോചിതനാക്കുന്നു. അങ്ങനെ ദേവി ബന്ധമോചിനിയാണ് ഈ അർത്ഥത്തിൽ. കാരാഗ്രഹവാസം മുതലായ ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവൾ എന്ന് അർത്ഥം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിലെ 26-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു വരുന്നത്. 26-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം വരെ നമ്മൾ ചിന്തിച്ചു വെച്ചു. ഇനി 12 മുതൽക്കുള്ള ശ്ലോകങ്ങളാണ് ചിന്തിക്കേണ്ടത്. നമുക്ക്
ആ ശ്ലോകങ്ങൾ ഇന്ന് പരിചയപ്പെടാം. 12 മുതൽക്ക് 12, 13, 14 ഈ 3 ശ്ലോകങ്ങളെ ഒരുമിച്ച് ചേർത്ത് ചിന്തിക്കാം. അപ്പോഴേ അവിടെ അർത്ഥപൂർത്തി വരുള്ളൂ. ആ 3 ശ്ലോകങ്ങളെയും നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. മഹാഭൂതാനി പഞ്ചൈവ ഭൂരാപോഗ്നി മരുന്നഭ തന്മാത്രാണി ച താവന്തി ഗന്ധാദീനി മദാനിമേ ഇന്ദ്രിയാണി ദശശ്രോത്രം ത്വക്ക് ദൃക്ക് രസന നാസികാഹ വാക്കരോ ചരണോ മേഢ്രം പായുഹു ദശമ ഉച്യത്തെ മനോബുദ്ധി അഹങ്കാര ചിത്തം ഇതി അന്തരാത്മകം ചതുർധാ ലക്ഷ്യതേ ഭേദ വൃത്തിയാ ലക്ഷണയുക്തയാ. ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രകൃതി 24 തത്വങ്ങളോട് കൂടിയവളാണ് എന്ന് പറഞ്ഞു. ആ 24 തത്വങ്ങൾ 4 ഗണങ്ങളായി പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെയാണ് ആ 24 തത്വങ്ങൾ എന്ന് പറയുകയാണ് ഈ 3 ശ്ലോകങ്ങളിലൂടെ. നമുക്ക് ആ ശ്ലോകങ്ങളിലേക്ക് പ്രവേശിക്കാം. 12ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തുടങ്ങുന്നു, മഹാഭൂതാനി പഞ്ചൈവ. 5 മഹാഭൂതങ്ങൾ. ഏതൊക്കെയാണ് 5 മഹാഭൂതങ്ങൾ? പഞ്ചമഹാഭൂതങ്ങൾ ഭൂ, ആപഹ, അഗ്നി, മരുത്ത്, നഭഃ. ഭൂ ഭൂമി, ആപഹ ജലം, അഗ്നി മരുത്ത് വായു, നഭസ് ആകാശം. ഇങ്ങനെ 5 പഞ്ചഭൂതങ്ങൾ. തന്മാത്രാണി ച താവന്തി തന്മാത്രാണി, അത്ര തന്നെ തന്മാത്രകൾ. ഈ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മഭാവങ്ങളാണ് തന്മാത്രകൾ. ഏതൊക്കെയാണ് തന്മാത്രകൾ? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇങ്ങനെ 5 തന്മാത്രകൾ. ഗന്ധാദീനി മദാനിമേ. ഗന്ധം തുടങ്ങി പ്രതിലോമക്രമത്തിലാണ് ഇവിടെ പറയുന്നത്. അപ്പം ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിങ്ങനെ 5 തന്മാത്രകൾ. ഇന്ദ്രിയാണി ദശ. പിന്നീട് 10 ഇന്ദ്രിയങ്ങൾ. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. ത്വക്ക്, ദൃക്ക്, രസന, നാസിക ഇവ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ത്വക്ക് തൊലി, പിന്നെ ദൃക്ക് കണ്ണ്, രസനം നാവ്, നാസിക മൂക്ക്, പിന്നെ ശ്രോത്രം ചെവി. ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴിയാണ് ജ്ഞാനം അറിയപ്പെടുന്നത്. ജ്ഞാനത്തെ അറിയിക്കുന്നത്, അറിവിനെ നൽകുന്നത് ഈ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. പിന്നീട് വാക്കരോ ചരണോ മേഢ്രം പായുഹു ദശമ ഉച്യതേ. അടുത്ത 5 കർമ്മേന്ദ്രിയങ്ങൾ. വാക്ക്, കരം, ചരണം, മേഢ്രം, പായു. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. വാക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം നാക്ക്, നാവ്. പിന്നെ പാണി കൈകൾ, കാലുകൾ. പിന്നെ ഉപസ്ഥം പായു, ലൈംഗിക ഇന്ദ്രിയം, മലദ്വാരം. ഇങ്ങനെ എത്ര കർമ്മേന്ദ്രിയങ്ങൾ? 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇങ്ങനെ അപ്പോൾ എത്ര എണ്ണമായി? ആദ്യം 5 മഹാഭൂതങ്ങൾ, പിന്നീട് 5 തന്മാത്രകൾ, അടുത്തത് 5 കർമ്മേന്ദ്രിയങ്ങൾ, അടുത്തത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇനിയൊരു 4 എണ്ണം ഉണ്ട്. മനോബുദ്ധി അഹങ്കാര ചിത്തം ഇതി അന്തരാത്മകം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അന്ധക്കരണത്തിൻ്റെ 4 വൃത്തികൾ. ഇങ്ങനെ 24 തത്വങ്ങളെ ചതുർധാ ലക്ഷ്യതേ ഭേദ വൃത്തിയാ ലക്ഷണയുക്തയാ. ഈ അന്ധക്കരണത്തിൻ്റെ 4 വൃത്തികളെ എങ്ങനെയാണ്? 4 വിഭാഗങ്ങൾ ലക്ഷണാവൃത്തി കൊണ്ട് കാണപ്പെടുന്നു എന്നാണ്. ഒരേ അന്ധക്കരണം 4 വൃത്തികളായി പരിണമിക്കുകയാണ്. അവയാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇങ്ങനെ 24 തത്വങ്ങളാണ് പ്രകൃതി എന്ന് വെച്ചാൽ. ഇവിടെ ഈ ഭാഗവതത്തിൽ പറഞ്ഞതിൽ നിന്നും ചെറിയ വ്യത്യാസം സാഖ്യകാരികയിലും സാഖ്യ സൂത്രങ്ങളിലൊക്കെ പറഞ്ഞതിൽ നമുക്ക് കാണാം. അവിടെ അവസാനത്തെ 4 എണ്ണത്തിൻ്റെ ഗണം ഭാഗവതത്തിൽ പറഞ്ഞതുപോലെയല്ല സാഖ്യകാരികയിൽ പറയുന്നത്. നാരായണീയത്തിൽ സാഖ്യകാരികയിൽ പറഞ്ഞ ആ ക്രമത്തെയാണ് ഭട്ടതിരിപ്പാട് സ്വീകരിച്ചത്. പ്രകൃതി മഹദ് അഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാനി അഭിഹൃദഭിദശാക്ഷി പൂരുഷ പഞ്ചവിംശ. പ്രകൃതി, മഹത്ത്, അഹങ്കാരം
പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, മനസ്സ്, ഈ 4 പിന്നെ ബാക്കി 20 ഇവിടെ പറഞ്ഞതുപോലെ. ഇങ്ങനെയാണ് സാംഖ്യകാരികയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ തത്വങ്ങളെ പറഞ്ഞതിലൊക്കെ പക്ഷാന്തരങ്ങളുണ്ട്. ഇവിടെയും നോക്കുക, ഭഗവാൻ പറഞ്ഞത് മേ മതാനി, എൻ്റെ അഭിപ്രായം ഇതാണ് എന്ന് മാത്രമാണ്. ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. അവിടെ ആ കേൾക്കുന്നയാളുടെ ചിന്തയ്ക്ക് നൽകിയ സ്വാതന്ത്ര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് തത്വങ്ങളുടെ എണ്ണം. ഇവിടെ തത്വങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ ഏതു വേണമെങ്കിലും കേൾക്കുന്നയാൾക്ക് സ്വീകരിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് 24 തത്വങ്ങൾ. ഇങ്ങനെ പ്രകൃതിയുടെ 24 തത്വങ്ങളെ ഈ 3 ശ്ലോകങ്ങളിലായിട്ട് പറയപ്പെട്ടു. ഇനി ഈ 24 തത്വങ്ങൾ കൂടിച്ചേർന്ന് എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടാവുന്നത്, ആ സൃഷ്ടിയെ പറ്റിയൊക്കെ പറഞ്ഞു വരികയാണ്. ഇതൊക്കെ നമുക്ക് നാളെ മുതൽക്കുള്ള എപ്പിസോഡുകളിൽ കേൾക്കാം. പട്ടാഭിഷേക സമയത്ത് അയോധ്യയിൽ ഈ ഭൂലോകത്തിലെ എല്ലാ ജാതിക്കാരും വന്നിരുന്നു. അവിടെ അയോധ്യവാസികൾ മാത്രമായിരുന്നില്ല, ഋഷീശ്വരന്മാരുണ്ടായിരുന്നു, ദേവന്മാരുണ്ടായിരുന്നു, വാനരന്മാരുണ്ടായിരുന്നു, രാക്ഷസന്മാരുണ്ടായിരുന്നു, കിന്നരന്മാർ, ഗന്ധർവന്മാർ, ഇതെല്ലാം ഓൾ സ്പീഷീസ് എല്ലാ ജാതികളും വന്നിട്ട് ഒരു കുടുംബമായിട്ട് അവിടെ അതിൽ പങ്കെടുത്തു. അതേ സ്ഥലം നമുക്കിവിടെ അമ്മയുടെ ജന്മദിനത്തിൽ കാണാൻ സാധിക്കും. ഈ ഭൂലോകത്തിലെ എല്ലാ രാഷ്ട്രത്തിലെ മക്കളും ഇവിടെ വന്നിട്ട് ഒരു കുടുംബം, ഒരു വിശ്വകുടുംബം ഇവിടെയും അയോധ്യ അത് പട്ടാഭിഷേക സമയത്ത് ഒരു വിശ്വകുടുംബം കണ്ടതുപോലെ നമ്മുടെ അമൃതപുരിയിലും അമ്മയുടെ ജന്മദിന ദിവസം നമുക്കൊരു വിശ്വകുടുംബം കാണാൻ നമുക്ക് സാധിക്കും. അതാണ് വ്യാസഭഗവാന്റെ ഉപദേശം, ശ്രീരാമ ഭഗവാന്റെ ഉപദേശം. വിശ്വകുടുംബമാണ്, ഇതെല്ലാം ഒരു ഇതായിട്ട് കാണണം എന്നും. ജന്മാഷ്ടമി എടുത്ത് നോക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അതേ ഉപദേശമാണ്. ഭഗവത്ഗീതയിലെ ഉപദേശം എന്താണ്? മത്ത പരതരം നാന്യസ്ത് കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർമൃതം പ്രോത്തും സൂത്രേ മണിഗണ ഇവ. അർജുന, ഒരു മാലയിൽ മണികൾ, ഒരു ചരട്, ഒരു മണികളെല്ലാം കാണുമ്പോൾ അതിനെ ഒരു കൂട്ടി നിർത്തുന്ന ഒരു ചരട്, അതുപോലെയാണ് ഞാൻ. ഐ എം ലൈക്ക് എ സൂത്രേ മണിഗണായവ്, ഒരു നൂല് പോലെയാണ് ഞാൻ. ആ നൂല്, അതിനാ സൂത്രം എന്ന് പറയും. നമ്മളിവിടെ ബ്രഹ്മസൂത്രം എന്ന് പറയുമ്പോൾ പൂണൂൽ നരിക്കുമ്പോഴും അതാണ് ഓർക്കേണ്ടത്. ഇതിന് ബ്രഹ്മസൂത്രം എന്ന് പറയും. പിന്നെ നമ്മൾ അമ്മയുടെ മക്കൾ ഈ പൂണൂൽ നരിക്കുമ്പോൾ ഈ ബ്രഹ്മസൂത്രം, ഈ സൂത്രം എന്ന് പറയുന്നത് എപ്രകാരം നമ്മൾ ഇത് മണികളെ എല്ലാം കൂട്ടി നിർത്തിയിട്ട് ഒരു മാലയിൽ നിർത്തുന്ന ആ സൂത്രം, അതുപോലെയാണ് അർജുന. സൂത്രേ മണിഗണായവ് എന്നാണ് ഞാൻ എന്ന് അർജുനനെ ഭഗവാൻ ഉപദേശിക്കുകയാണ്. വ്യാസ ഭഗവാൻ, ശ്രീരാമ ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശം ഒന്നാണ്. അവതാരങ്ങൾ വന്നു പോകുന്നു. ആ ഉപദേശം നമ്മുടെ നന്നായിട്ട് നമ്മൾ കേൾക്കുക മാത്രമല്ല മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രായോഗികമാക്കണം. നമ്മുടെ ആ വിഷൻ, നമ്മുടെ ദൃഷ്ടി എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അയ്യപ്പൻ്റെ അതെടുത്ത് നമുക്കത് കാണണം. അയ്യപ്പൻ നമ്മുടെ അവിടെ പോകുന്ന സമയത്ത് എല്ലാം മറന്നുകൊണ്ട് പിന്നെ ഏതാണ് DGPയും കോൺസ്റ്റബിളും മറന്നുകൊണ്ട്, മാനേജറും സാധാരണ ഒരു എംപ്ലോയി മറന്നുകൊണ്ട് നമ്മളെല്ലാവരും അവിടെ ഒരു കുടുംബമായിട്ട് സ്വാമി തിന്തക്കത്തവും അയ്യപ്പ തിന്തക്കത്തവും എന്ന് പറയാണ്. എല്ലാം മറന്നുകൊണ്ട്, അത് ഞാനും വലുതും ചെറുതും എല്ലാം മറന്നുകൊണ്ട് ഒരൊറ്റ കുടുംബമായിട്ട് അവിടെ ഇതാണ്. ശങ്കരാചാര്യരുടെ ഉപദേശം എന്താണ്? ഏറ്റവും വലിയ അദ്വൈതാചാര്യൻ നേരത്തെ പറഞ്ഞതുപോലെ സച്ചിദാനന്ദനുസ്യൂതേ. ശങ്കരാചാര്യരുടെ അത് ആത്മബോധം എന്ന ഗ്രന്ഥത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞ വാക്യമാണ്. ആത്മബോധം എന്ന ഗ്രന്ഥത്തിൽ ശങ്കരാചാര്യ പറഞ്ഞാണ് സച്ചിദാനന്ദ് അനുസ്യൂതേ. തുടർച്ചയായിട്ടുള്ള ആദ്യം അന്തമില്ലാത്ത ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ നിത്യേ എപ്പോഴുമുള്ള വസ്തു വിഷ്ണു, ആ വിഷ്ണുവിൽ പ്രകൽപിതാഹ വ്യക്തയോ വിവിധ സർവാ. ഈ കാണുന്ന എല്ലാ നാമരൂപങ്ങളും എല്ലാ ജീവികളും ഹാട്ടക്കെ കട്ടക്കാധിപത്ത്. എപ്രകാരം നമ്മൾ ഈ സ്വർണ്ണ ആഭരണങ്ങൾ ആരോപിക്കുന്നത്, നാമരൂപങ്ങൾ ആരോപിക്കുന്നത് അപ്രകാരമാണ്. ഈ പ്രപഞ്ചം മുഴുവനും ആ ചൈതന്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ അദ്വൈതാചാര്യൻ പറഞ്ഞ ഉപദേശമാണ്. വ്യാസഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ, ശ്രീരാം ഭഗവാൻ, അയ്യപ്പനായിക്കോട്ടെ, ശങ്കരാചാര്യ ആയിക്കോട്ടെ, ഇതാ നമ്മുടെ മുന്നിൽ ഇപ്പോഴും പ്രത്യക്ഷമായിട്ട്
അവതാരം, അമ്മയുടെ സാക്ഷാൽ ദേവിയുടെ അവതാരം വന്നിരിക്കുകയാണ്. ഉപദേശം ഒരേ ഒരു ഉപദേശമാണ്, മക്കളെ വിശ്വകുടുംബം ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാം ഈശ്വരനാണ്, കാണുന്ന എല്ലാം ഈശ്വരൻ്റെ മക്കളാണ്. ഒരു കുടുംബമായിട്ട് നമ്മൾ ജീവിക്കണം. എപ്പോഴും ആ വിഷൻ, ആ ദൃഷ്ടി എപ്പോഴും നമുക്കുണ്ടാകണം എന്നാണ് ഈ 5 അവതാരങ്ങളും നമ്മുടെ അമ്മ അവതാര സ്വരൂപിണി അമ്മയുടെയും അതേ ഉപദേശമാണ്. നമ്മുടെ എപ്പോഴും അത് കേൾക്കുക മാത്രമല്ല, അത് നന്നായി മരണം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അമ്മയുടെ മക്കളായി തീരുന്നുള്ളൂ.